നമസ്കാരം. എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ അരുവിപ്പുറം സ്വദേശിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അരുവിപ്പുറത്തെ കുറിച്ചും കൊടുതൂക്കി മലയെ കുറിച്ചുമാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു മരുത്വാമലയിലെ തപസ്സിന് ശേഷം, പിള്ളത്തടം ഗുഹയിലെ തപസ്സിന് ശേഷം കാലക്രമേണ അരുവിപ്പുറത്തേക്ക് എത്തിച്ചേരുകയും അരുവിപ്പുറത്ത് കൊടുതൂക്കി മലയിൽ തപസ്സിരിക്കുകയും ചെയ്തു. 1888 ശിവരാത്രി നാളിൽ അദ്ദേഹം നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നും ശിവലിംഗം മുങ്ങിയെടുക്കുകയും സ്വയം അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഈ പ്രതിഷ്ഠയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന ഒറ്റ മറുപടിയിലൂടെ അന്നത്തെ കാലഘട്ടത്തിന്റെ ജാതിഭ്രാന്തിനെ ഉന്മൂലനം ചെയ്തു. സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിക്കുകയും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് അരുവിപ്പുറത്ത് ആലേഖനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം തപസ്സിരുന്ന അരുവിപ്പുറത്തെ കൊടുതൂക്കി മലയിലെ ഗുഹയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്.